എന്താ ചെയ്യുക? സമരം ചെയ്താലും പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ്റെ വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ നമ്മുടെ പുതുപ്പള്ളിയിലെ കർഷകരെല്ലാം കൂടെ അവരൊരു പരാതി ബോധിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കതെന്താണെന്നും അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നും അവരോടൊന്നും തന്നെ ചോദിച്ചറിയാം. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. കർഷകരില്ലെങ്കിൽ നമ്മളില്ല. പക്ഷേ അവരെ ഒരു കാരണവശാലും ഒരു സമരത്തിലേക്കോ വലിച്ചിടാൻ പറ്റത്തില്ല. കാരണം ഇവരെ കണ്ടോ, നിങ്ങൾ കണ്ട പുതുപ്പള്ളിയിലെ കർഷകരാണ്. ഇവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ഒരു ദിവസം പണി മെനക്കെട്ടിട്ടാണ് ഇന്ന് MLA കാണാൻ വേണ്ടി വന്നത്. അതുപോലെ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ് അവർ പരാതിയായിട്ട് വന്നത്. എന്താ ചെയ്യുക? സമരം ചെയ്താലും അന്ന് സതീശൻ വന്നതിൻ്റെ പിറ്റേ ദിവസം അവർ നെല്ലെടുത്തു. എവിടെ? നമ്മുടെ കുമരകത്ത്. ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ കഞ്ഞി പിടിച്ചപ്പോൾ എവിടെയാണ് അവർ പറഞ്ഞു സതീശൻ വന്ന അടുത്ത ദിവസം നെല്ലെടുത്തു വന്നു. ഒരു സമരം നടത്താം. വിളിച്ചു പറയുന്നു ഡയറക്ടർ നമ്പർ പറഞ്ഞ പല കാണാൻ പറ്റുമോ? ലെറ്റർ കൊടുക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. ലെറ്റർ കൊടുക്കും കേട്ടോ. ഞാൻ സംസാരിക്കും. അപ്പം നമ്മൾ ഈ പരാതിയായിട്ട് MLA സമീപിക്കാനുള്ള കാരണം എന്നാ? കാരണം ഞങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്ത വാഴ നശിച്ചതിൻ്റെ പൈസ പോലും കിട്ടുന്നില്ല ഒന്നത്. പിന്നെ അതുപോലെ തന്നെ കൃഷിക്കകത്ത് വെള്ളം കയറി നശിക്കുന്നു. അതിന്റെ ആനുകൂല്യങ്ങൾ ഇവിടുന്ന് പുതുപ്പള്ളിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പേപ്പറെല്ലാം എഴുതി വിട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് പൈസ വരുന്നില്ല. ഞങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല. അതിന് സബ്സിഡി ആയിട്ടും മറ്റുള്ള പല ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നില്ല. നമ്മുടെ പുതുപ്പള്ളി കൃഷിഭവനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അത് എന്തും നമുക്ക് കൃഷിക്ക് വിളിച്ചാലും ഓഫീസർമാർ വന്നു ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുകയും കാണുകയും ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മുകളിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടുന്നില്ല. ഈ കൃഷി 34 ഞങ്ങൾക്ക് ലഭിക്കുന്ന 31 വരെ ഞങ്ങൾ നോക്കിയിരുന്നു. പക്ഷെ ഒരു പൈസ പോലും അക്കൗണ്ടിൽ കയറിയിട്ടില്ല. നമ്മുടെ ഇത് എന്നാ ഇത് കൃഷി നശിച്ചെന്നാ? ഈ കൃഷി നശിച്ച ഈ കഴിഞ്ഞ കാലത്തിന് 300 വാഴക്കൊലയോളം ഒടിഞ്ഞ കൃഷി ഓഫീസിൽ നിന്ന് ഓട്ടോ നമ്മുടെ എത്ര വാഴ? 800 വാഴ ഇൻഷുർ ചെയ്ത വാഴ ഓഗസ്റ്റ് മാസത്തിൽ പോയതാ.
ഇൻഷുർ ചെയ്ത വാഴയാണ്. അത് ഇന്ന് വരെ ക്ലെയിം ആയിട്ടില്ല. അത് ശരിയാ. അതിന്റെ തുക എന്തുമാത്രം ഉണ്ട് നമുക്ക് തരാൻ? അത് നമുക്ക് കുലച്ച വാഴയ്ക്ക് 300 രൂപയും കുലയ്ക്കാത്തതിന് 150 രൂപയെന്ന്. അത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ വരെ കോട്ടയത്ത് നിന്ന് വന്ന് കണ്ട് അതിന്റെ ബില്ല് വരെ എഴുതി പോയതാണ്. പൈസ കിട്ടിയിട്ടില്ല. അതല്ലാതെ ഇത്രയും പൈസ കിട്ടാതെ കർഷകർ ആത്മഹത്യ ചെയ്യില്ല, യാതൊരു നിവൃത്തിയില്ല. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ ഈ വെള്ളം കയറി നിങ്ങളുടെ കുറെ കൃഷി വെള്ളം കയറി എന്റെ നമുക്ക് എറിയാട് പാടത്തിന്റെ 20 ഏക്കർ നെൽകൃഷിക്ക് വേണ്ടി കെട്ടിയ ബണ്ടുണ്ട്. അത് അടച്ചു കെട്ടി വെള്ളം കയറുന്ന ഭാഗമുണ്ട്. വെള്ളം കയറാത്ത രീതിയിൽ നമുക്ക് കുടിവെള്ള പദ്ധതിക്ക് വെള്ളം കിട്ടാനുള്ള മാർഗവും കൃഷി നശിക്കാത്ത രീതിയിലും പോകണം. അത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ അത് ആ കുടിവെള്ള പദ്ധതിക്ക് വെള്ളം കിട്ടണം, ഉറവ കിട്ടണം. അത് ഒന്ന്. അപ്പം കൃഷിക്കകത്ത് വെള്ളം കയറി നശിക്കാത്ത രീതി പലയിട്ട് വേനപ്പാട് വെള്ളം സംഭരിക്കണം. അതും വേണ്ടി കാര്യങ്ങളാണ്. ജനങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ട അതും വേണം, കൃഷി നശിക്കുകയും ചെയ്യുന്നു. ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. ഒന്നത്. അതുപോലെ തന്നെ ഈ കാലം തെറ്റി വരുന്ന കാലാവസ്ഥ കഴിഞ്ഞ വൃക്ഷമാസത്തിൽ പെട്ടെന്ന് മഴ പെയ്ത് മഴ കഴിയുമ്പോഴേ 15 വൃക്ഷം 10-15 കൃഷി ഇറങ്ങും. വൃക്ഷം 15 കഴിഞ്ഞ വെള്ളം പൊങ്ങി മൊത്തം കൃഷി പോയി. കാരണം ഒന്നുമില്ല. വീണ്ടും കൃഷി ചെയ്ത് വന്നപ്പോൾ കാറ്റ് വന്ന് ഇപ്പൊ 300 ഏത്തക്കൊലകൾ നഷ്ടപ്പെട്ട് കിടക്കാം. അല്ല ഈ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ അവർ വന്ന് നോക്കുന്നു, കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അവര് വിടുന്നുണ്ട്. പക്ഷെ നമുക്ക് മുകളിൽ നിന്ന് പൈസ വരുന്നു, നമ്മൾ പൈസ വരുന്നില്ല. ബാക്കിയുള്ള എല്ലാത്തിനും ഇവർക്ക് പൈസ ഉണ്ട്, നമ്മുടെ കാര്യത്തിന് മാത്രം. അത് തന്നെയല്ലേ അപ്പോഴത്തെ ഓഫീസർമാരെല്ലാം കൃഷി വന്ന് സഹായിക്കുകയും വന്ന് കണ്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒക്കെ അവർ പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് പൈസ കിട്ടും. അതിന് അപേക്ഷ വെക്കുന്നതിന് മുമ്പേ തന്നെ ഫണ്ട് വന്ന് കിടക്കുകയാണെന്ന് അപേക്ഷ വെച്ചത്. കർഷകരെ സഹായിക്കാൻ വേണ്ടി കോടികളാണ് ഇവർ ചെലവാക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ കയ്യിലോട്ട് നമുക്ക് വീട്ടിലോട്ട് വരുന്നില്ല. അതിപ്പം ഇപ്പൊ തുച്ഛമാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും തേകുന്നതല്ല. അപ്പൊ നമ്മളൊക്കെ 10 രൂപ പലിശയ്ക്ക് പണം എടുത്ത് കൃഷി ഇറക്കുന്നത്. ആ പൈസ ഒന്നടങ്കം വെള്ളം കയറി പോകുക, അല്ലെങ്കിൽ കാറ്റ് വന്ന് പോയി കഴിയുമ്പോൾ കർഷകനെ ഇവിടുന്ന് പിന്നത്തെ കൃഷി ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ കടം മേടിച്ച് അതായത് കർഷകർ കൂടുതൽ ആത്മഹത്യയിലേക്ക് 2018 തൊട്ട് ഞങ്ങൾ ഇങ്ങനെ കടം മേടിച്ച് കൊടുക്കും. 3 ലക്ഷം രൂപ എനിക്ക് കടം. അതുപോലെ എല്ലാവർക്കും ഉണ്ട് കടങ്ങൾ. അപ്പം നമുക്ക് മുകളിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം കിട്ടണം. അതാണ് പ്രധാനം. തീർച്ചയായിട്ടും. പിന്നെ ഇത് കിട്ടാതെ വരുന്നോണ്ടല്ലേ ഓരോ സ്ഥലത്തും കർഷകർ ആത്മഹത്യ ചെയ്യുന്നത്. അതവർ കടം മേടിച്ച് തന്നെ ഇതെല്ലാം ചെയ്യുന്നത്. പലയിടത്തും അറിയാം. നമ്മളിപ്പോൾ ഒരു കൃഷിയാണെങ്കിൽ തുടങ്ങുമ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പുതുപ്പള്ളാണെങ്കിൽ തണ്ണിമത്തം കൃഷിയാന്ന് പറഞ്ഞാലും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കാര്യം കൊടുക്കണ്ടേ. 2016-17 കാലയളവിൽ എനിക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് കൃഷിക്ക് പച്ചക്കറി കൃഷിക്ക് 2ാം സ്ഥാനം അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ്. അതും നമ്മുടെ പുതുവൽ പഞ്ചായത്തിൽ ഒരു നല്ലൊരു സംഭവമല്ലേ. ഇപ്പം ഇവര് പ്രസംഗത്തിൽ എല്ലാവരും പറയും കർഷകരില്ല, നാടില്ല എന്നൊക്കെ പറയും. അതെ. പക്ഷെ അത് നട്ടലൊടിക്കുന്ന ഒരു പണിയാണ് കാണിക്കുന്നല്ലേ. അപ്പൊ MLA ഇപ്പം പറയുന്ന സമരത്തിലേക്ക് പോകാന്നാ പറയുന്നല്ലേ. അപ്പം ബാക്കി നിങ്ങളെല്ലാം മുന്നറിയിപ്പ് കൊടുക്കുക, വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞു. അവരുമായിട്ടൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് 2ാം ഗഡുവായിട്ട് നമുക്ക് അടുത്ത മുന്നോട്ട് പോയിട്ടാണ്. അതെ. നിങ്ങളൊക്കെ സമരത്തിലേക്ക് പോകാന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വിഷമമുള്ള കാര്യം. കാരണം ഞങ്ങൾ ഇന്ന് വരുന്നത് മെനക്കെട്ടിട്ട് വരുന്നത്. അതെ. പയറെടുത്ത് കൊടുക്കാൻ കിടക്കുക. അത് ഇട്ടിട്ടാണ് ഈ കാര്യത്തിന് വേണ്ടി. അതെ. അങ്ങനെ ഒരു ജീവിത പ്രശ്നം. ഒരു ദിവസം കഴിഞ്ഞാൽ പയർ പോയി. അതെ. പയറൊക്കെ എടുക്കേണ്ട സമയത്ത് എടുക്കണ്ടേ. അപ്പൊ എനിക്ക് 4 ഏക്കറിനകത്ത് കൃഷിയുണ്ട്. വാഴയുണ്ട്, കപ്പയുണ്ട്, കാച്ചിൽ, ചേമ്പ്, ചേന, പയർ, പടവലം ഒക്കെയാണ് ഉള്ളത്. അത് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അതുപോലെ 2 ഏക്കറയിൽ ഇല്ലാത്തവരില്ല. ആ രീതി. ഇപ്പൊ എനിക്ക് 4 ഏക്കറാണ്. പ്രസാദിന് 11 ഏക്കറിനകത്ത കൃഷി. ഈ 2 ഏക്കറിന് 2 ലക്ഷം രൂപ മുടക്കിയിട്ട് ഞങ്ങൾ സഹായം കൂടെ ചെയ്തില്ലെങ്കിൽ പിന്നെ അതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരെ. ഇനിയിപ്പം MLA പറഞ്ഞിരിക്കുന്ന കൃഷി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃഷി ഓഫീസറായിട്ടല്ല, പക്ഷേ ഡയറക്റ്റ് വിളിച്ചു ഫയൽ നോക്കട്ടെന്നാ പറയുന്നത്. ഡയറക്ടറെ വിളിച്ചിട്ട് കാര്യം ചോദിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അന്നേരം എന്നാ പറഞ്ഞു? അശോക് IAS ആയിട്ട് പുള്ളി അപ്പം ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി. അല്ല ഇവരുടെ കാര്യത്തിനൊന്നും ആരും ഉപേക്ഷ വിചാരിക്കരുതെന്ന് അവരോട് പറയണം. കാരണം ഇത്രയൊക്കെ പിന്നെ സർക്കാർ ബാക്കി എല്ലാത്തിനും പണ്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കൃഷി വകുപ്പ് എന്നൊരു വകുപ്പ് വേണ്ട, പിരിച്ചു വിടുക. പിന്നെ അതെ ഈ ജോലിക്കാർക്ക് കൂടി നമ്മുടെ നീതിപ്പണം കൊണ്ട് ശമ്പളം കൊടുക്കുക. അതെ. അല്ല കൃഷിക്കാരന് ഒരു ആനുകൂല്യം പിന്നെ കൃഷി വകുപ്പത്തില്ല. അതെ. ഈ നമ്മുടെ നീതിപ്പണം കൊണ്ട് ഇവരെ മുഴുവൻ തീറ്റിപ്പോയിട്ട് നമുക്ക് തരാം. ഞങ്ങളൊക്കെ മേടിക്കുന്നതിന്റെ വളത്തിന്റെയും മരുന്നിന്റെ ഒക്കെ ഒരു സബ്സിഡി നീതി എടുക്കുന്നതിന്റെ പകുതി പോലും ഞങ്ങൾക്ക് സബ്സിഡി ആയിട്ട് തരുന്നില്ല. അതുപോലും ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ 3 ലക്ഷം രൂപയുടെ വളം എടുത്താൽ ഞാൻ ഈ ഒരു വർഷം അതിന് സബ്സിഡി കൊടുക്കും. അതുപോലെ മരുന്ന്
ഇതുപോലെ പണിയാർ 60 ചാക്ക് വളം വേണം എനിക്ക് ഒരു വർഷം അതെ അതെ കൃഷി ചെയ്യുന്നത്. 60 ചാക്ക് വളം. അതിന് റിപ്പോർട്ടുണ്ട്, അതിന്റെ ബില്ലുണ്ട്. അതാണ് അത് കൃഷിഭവനിൽ അറിയാം. ഇതുപോലെ ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥാപനം പുതുപ്പള്ളിയിൽ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതെ അതെ, പുതുപ്പള്ളി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ നിങ്ങളുടെ പരിപാടി നടന്നപ്പോഴത്തേന് അന്നൊക്കെ എല്ലാവരും വരികയും എല്ലാത്തിനും ഞങ്ങൾ ഇതിന്റെ നീതി അറിയണമെങ്കിൽ എല്ലാവരും പറയും മദ്യത്തിനാണ് നീതി കൂടുതൽ. ഇപ്പം ഒരു മരുന്ന് മേടിക്കണേ 150 രൂപയുടെ ഒരു മരുന്ന് മേടിക്കുന്നത് 410 രൂപയല്ലേ, ബാക്കി നീതി. അതുപോലെ നീതി എടുത്തിട്ട് കൃഷിക്കാൻ കൊടുക്കാനില്ല. അതെ അതെ, ബാക്കിയുള്ള എല്ലാത്തിനും ഇവര് അതിന് വില തന്നെ. മാർഷൽ എന്ന് പറഞ്ഞ മരുന്നിന്റെ ഒറിജിനൽ വില 150 രൂപയാണ്. അത് 410 രൂപയാണ് നമ്മൾ മേടിക്കുന്നത്. ബാക്കി മുഴുവൻ നമ്മളോട് നീതിയായിട്ട് എടുക്കുന്നത്. അന്നേരം കർഷകന് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ? നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും കൃഷി ചെയ്യാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന കാര്യം. ഇവിടുത്തെ കൃഷി നിന്ന് അതെ അതെ, ഉള്ള വിഷം മുഴുവൻ നമ്മൾ കഴിക്കുകയും അത് മരുന്ന് കമ്പനിക്കാരെ അവരെ സഹായിക്കാനുള്ള പരിപാടിയാണ്. അതെ അതെ അതെ, തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം അതിമാരക മരുന്ന് തെളിച്ച് ഇങ്ങോട്ട് വിടുന്നത്. ഇവിടെ ഈ കണ്ട മരുന്നുകൾ ഏതായി നിങ്ങൾ ചെയ്യുന്ന അതെല്ലാം നിരോധിച്ചിരിക്കല്ലോ ഒരുമാതിരിപ്പെട്ട. നമുക്ക് റെഡ് ലേബലൊന്നുമില്ല. റെഡ് കളറുകളൊക്കെ മാരക വിഷങ്ങളാണ്. നമുക്കിവിടെ നീല ഏറ്റവും ഇതുള്ളൂ. വിഷം കുറഞ്ഞ ഐറ്റങ്ങളും അതൊക്കെ ഇവിടെ വിൽപ്പനയുള്ളൂ. ബാക്കി തമിഴ്നാട്ടിലൊക്കെ റെഡ് ഇതിന്റെ സിഗ്നൽ കൊടുത്ത ഇതൊക്കെയാണ്. നിരോധിച്ച സാധനം വരെ തമിഴ്നാട്ടിൽ നിരോധിച്ചിട്ടുമില്ല. അതവിടെ എല്ലാം ഉണ്ട്. ആന്ധ്രയിൽ മൈസൂരിലൊക്കെ ഗോഡൌണിലോട്ട് സാധനങ്ങൾ കയറ്റിട്ട് സ്പ്രേ അടിക്കുക, അതായത് ഓക്സിജൻ ആണെന്ന് അവര് മുന്തിരിങ്ങയൊക്കെ ഉണ്ടാക്കുന്ന വിഷത്തിൽ മുക്കിയെടുത്താ മുന്തിരിങ്ങ ഉണ്ടാക്കുന്നത്. തമിഴ്നാട് പയർ ഇവിടെ കൊണ്ടുവന്ന അത് ചെയ്യത്തില്ല, ഉണങ്ങി പോകത്തില്ല. എത്ര ദിവസം ഇരുന്നാലും ഇത് പോകത്തില്ല. അതെ അതെ, 2-3 ദിവസം കൂടി നമ്മുടെ പയർ ഇരിക്കത്തില്ല. തമിഴ്നാടൻ പയർ ഇവിടെ കടകളിൽ വന്ന ഒരു മാസം ഞങ്ങളുടെ ക്ലസ്റ്ററിന്റെ പച്ചക്കറിക്കൊക്കെ ഞങ്ങൾക്ക് പണ്ട് വന്ന് കിടക്കുവാണെന്ന് പറഞ്ഞാൽ 6 മാസം മുമ്പ് അപേക്ഷ മേടിക്കാം. വന്ന പണ്ടെന്തി. അതെ അതെ, കർഷകൻ ഇവിടെ ഓട്ടോ വിളിച്ചു അല്ല അപേക്ഷ കൊണ്ട് കൊടുക്കുക. അവൻ ആ സമയത്ത് പറമ്പിൽ പറഞ്ഞാൽ പോലും ഈ ഓട്ടോ കൂലി കൊടുത്ത് പൈസ ഇല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കൃഷിഭവനോട് നമ്മൾ ഈ പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് പോയപ്പോൾ അവർ പറഞ്ഞ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി, എല്ലാ സാധനം അവിടെ വരും. വെള്ളം വരും, വളം വരും, കിണർ കുത്തി കൊടുക്കും. പിന്നെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നിരുന്ന് ഇവരുടെ കാര്യങ്ങളല്ല. നമ്മളിപ്പോൾ ഇതിന്റെ പുറകെ കൃഷി മെനക്കെട്ടല്ല നിങ്ങൾ ഈ ഓരോ ഇതിന്റെ പുറകെ പോകുന്നത്. അവരൊക്കെ ആ പറമ്പിൽ പോയിരുന്ന് ഇതെല്ലാം ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ട്. നമ്മുടെ സാധനം കൊണ്ടുവന്ന് അത് വിപണിയിൽ എടുത്തു വെച്ചാൽ അതിനും വില കിട്ടുന്നില്ല. അവിടെ പോവുക വിപണിയിൽ. അതെ, നമ്മളെ കൊണ്ടുവരുന്നേക്കാട്ടും താത്ത് വിലയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വിൽക്കുന്നുണ്ട്. അതൊന്നും കച്ചവടക്കാരെ സംബന്ധിച്ച് അവന് 10 പൈസ കിട്ടാൻ വേണ്ടി അവൻ ഏറ്റവും താന്ന് അവൻ എടുക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് മോനെ അങ്ങനെ കാര്യങ്ങളൊക്കെ. നമ്മളതിലെ വരുന്ന വിലുകാരനോട് പറഞ്ഞാൽ ചേട്ടൻ ചെയ്യുന്ന കൃഷി ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 25 ലക്ഷം രൂപ കിട്ടും. അതെ അതെ, സത്യം. അത് ഇവിടെ ഒരു 10,000 രൂപ ഇല്ല. അതെ അതെ, 3 വർഷത്തെ കിട്ടാണ്. എത്ര കുടിശ്ശിക ഏതാ കിട്ടാനുള്ള ഇൻഷുറൻസിന്റെ ഒറ്റ പ്രായത്തോട്. പക്ഷേ നമ്മളിതിൽ ഇൻഷുർ ചെയ്യുന്നില്ല. ഇൻഷുർ ചെയ്യുന്ന നമ്മളെ കൃഷി നമുക്ക് നഷ്ടപരിഹാരം കിട്ടാം. അടുത്ത പ്രാവശ്യം കൃഷി. അപ്പൊ നമ്മളോട് ഇവിടെ നമ്മുടെ നേരത്തെ മുൻ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള അപ്പൊ 2 വാക്ക് സംസാരിക്കുന്നത്. ഈ നമ്മുടെ കൃഷിക്കാരുടെ ഒരു നിവേദനം, വർഷങ്ങളായിട്ട് ഇവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കൃഷി പോകാതിരിക്കുന്നതിനാണ് ഇൻഷുറൻസ് അവരുടെ പ്രീമിയം മേടിച്ച് അടപ്പിച്ചു. അപ്പോൾ ആ തുക ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അതെ, ഗവൺമെൻറ്റും അധികാരം കൃഷി ഡയറക്ടറാണ് ഇതിൻ്റെ ഉത്തരവാദി. പുതുപ്പള്ളി കോട്ടയം ജില്ലയിലെ കൃഷി ഡയറക്ടർ, കൃഷി ഓഫീസറും അവരൊക്കെ മാന്യമായിട്ട് ഇവിടെ ചെയ്യണം. അവരൊന്നും ചെയ്യില്ല. സർക്കാർ ഖജനാവിൽ നിന്ന് അവർക്ക് പണമില്ല. ഇങ്ങനെ സർക്കാർ കർഷകരെ ദ്രോഹിക്കുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി ഒരു സംഭവം ഇത് മാത്രം. ഇതുപോലെ ഇവിടുത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഇത് അവർ ചെയ്യുന്നില്ല. അത് കർഷകരോട് ആദ്യം പറയും, നിങ്ങളെല്ലാം അപേക്ഷിച്ചോ, പൈസ വന്ന് കിടക്കാമെന്ന് പറഞ്ഞേച്ച് ഇതുപോലെ ചതിവ് കൃഷി ഡയറക്ടർ, മന്ത്രി, അതായത് ഇപ്പോഴത്തെ ആരും ചെയ്യരുത്. കാരണം അവർ നാടിന് വേണ്ടി നിങ്ങൾ പറയുമല്ലോ അരി കൊടുക്കുന്നവരാ, ഭക്ഷണം കൊടുക്കുന്നവരെ ബഹുമാനിക്കണം. അത് വലിയ പുണ്യപ്രവൃത്തിയാണ്. അതിന് അവരെ ദ്രോഹിക്കുന്ന നയം ഉടൻ തന്നെ മാറണം. അല്ലെങ്കിൽ സമര പരിപാടികൾ ഈ കർഷക തൊഴിലാളി അത് മുന്നോട്ട് പോകുന്നതാണ്. അത് നിസ്സാരമായിട്ട് കാണാനല്ല. നമുക്കറിയാം, ഉദാഹരണമായിട്ട് നെല്ല് കൃഷി ചെയ്ത കർഷകർക്ക് പോലും കൊടുക്കുന്നില്ല. ഡയറക്ടറെ വളയണമെന്ന് എൻ്റെ അഭിപ്രായം. ബന്ദികളാക്കണം ഇവർ. അല്ല, ഇവരിപ്പോ ആദ്യം അല്ല പറഞ്ഞൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് കാര്യങ്ങൾക്ക് തീരുമാനമായില്ലെങ്കിൽ സമരത്തിലേക്ക് പോകാന്ന് പറയുന്നത്. നിർദ്ദേശം അനുസരിച്ച് സമര പരിപാടി മുൻപോട്ട് പോകും. അതിനിപ്പുറം പൈസ കൊടുക്കുകയാണെങ്കിൽ ലഭ്യമായി നമുക്ക് തീർക്കുകയും ചെയ്യാൻ പറ്റും. കോടിക്കണക്കിന് രൂപ കൃഷിയിൽ മാറി 15 ലക്ഷം രൂപ കോട്ടയം ജില്ലയ്ക്ക് കൃഷിക്കാർ കൊടുക്കാൻ ഇല്ലെങ്കിൽ ഈ സർക്കാർ എന്തിനാ? അതെ അതെ, പിന്നെ 17 ലക്ഷം രൂപ ഈ കൃഷിക്കാരനോട് നിങ്ങളെ കൊടുക്കാനില്ലാതെ സർക്കാർ ഈ കൃഷി വകുപ്പ് എന്തിനാണ്? അതെ അതെ. അപ്പം നമുക്ക് ഇനിയും ബാക്കി അടുത്ത ഘട്ടത്തിലേക്ക് ഒന്ന് അറിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ, ശരിയാണ്. ആയിക്കോട്ടെ ശരിയാണ്.